കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചീപ്പാങ്കുഴി തോടിന്റെ തീരമിടിച്ചിൽ വ്യാപകമാവുന്നു. ഇതോടെ തൊട്ടടുത്ത പറമ്പിനും വീടുകൾക്കും ഭീഷണിയായിട്ടുണ്ട്. മാത്രമല്ല തൊട്ടടുത്ത ചീപ്പാങ്കുഴി പാലത്തിനും ഭീഷണിയായി മാറിയിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയോട് ചേർന്നുള്ള ചീപ്പാങ്കുഴി തോടിന്റെ തീരമിടിച്ചിലാണ് വ്യാപകമാവുന്നത്. കക്കാട് പുതിയടത്ത് മുഹമ്മദിന്റെ വീടിനോട് ചേർന്ന ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഇടിഞ്ഞത്. തീരമിടിച്ചിൽ മുഹമ്മദിൻ്റെയും മകൻ്റെയും വീടുകൾക്ക് ഭീഷണിയായിട്ടുണ്ട്. കക്കാട് കാരശ്ശേരി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചീപ്പാങ്കുഴി പാലത്തിനോട് ചേർന്നുള്ള പറമ്പ് ഒരാഴ്ച മുമ്പാണ് വലിയ തോതിൽ ഇടിഞ്ഞ് തോട്ടിലേക്ക് പതിച്ചത്. ഇത് റോഡിനും തോടിനും പാലത്തിനും ഭീഷണിയായിരിക്കുകയാണ്. എല്ലാ കൊല്ലവും ഇടിഞ്ഞ് പോകുന്നതാണ്. കൊല്ലം കുറച്ച് കൂടുതലാണ്. 5 മീറ്ററിൻ്റെ താഴെകൊണ്ട് കുന്നത്ത് അഷ്റഫിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഇടയ്ക്കിടെ ഇടിഞ്ഞു തീരുന്നത്. ഇതിൻ്റെ താഴ്ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ് വീടുകൾക്കും ഭീഷണിയായിരിക്കുന്നത്. ഇത് ഓരോ വെള്ളം വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇടിഞ്ഞിങ്ങനെ പോവുകയാണ്. ഈ പ്രാവശ്യം അങ്ങനെ വെള്ളം വന്ന സമയത്ത് ഇടിഞ്ഞ് പുഴ ഇത് ഭൂമി ഇല്ലാതാകുകയാണ്. കുറേ ഭാഗം പോയിപ്പോൾ ഇപ്പം വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെയും ഓരോ കാലവർഷത്തിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി തുടർന്ന ഇടിച്ചിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ലെന്ന് പ്രദേശവാസികളും പറയുന്നു. ഇത് നമ്മൾ ഇങ്ങനെ ഇടിഞ്ഞുകൾ നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു, വില്ലേജിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല. ഇന്നലെ പഞ്ചായത്ത് പോയിരുന്നു. പഞ്ചായത്ത് നല്ല ഇതെന്ന് പറഞ്ഞ് വില്ലേജിൽ കൊടുക്കണമെന്ന് അങ്ങനെ വില്ലേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല. ഇതുവരെ. ന്യൂസ് ബ്യൂറോ, മുക്കം.